ുള്ള ഡോക്ടർ ബ്രയൻ ആർതർ ബ്രൗണിൻ്റെ സ്റ്റഡിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഡോക്ടർ ബ്രയൻ ആർതർ ബ്രൗൺ ഒരു ക്രിസ്ത്യാനിയാണ്. എനിക്കറിയാം നിങ്ങൾക്കിത് കാണുമ്പോൾ ഒന്നും മനസ്സിലാകുന്നുണ്ടാകില്ല എന്നുള്ള കാര്യം. 7 നിറങ്ങൾ ഏറിയും കുറഞ്ഞുമുള്ള ഒരു ചാർട്ടാണ് നിങ്ങൾ കാണുന്നത്. ഇതെന്തിൻ്റെ ചാർട്ടാണെന്ന് മനസ്സിലായോ? ഇന്നത്തെ ഖുർആനിലുള്ള ആയത്തുകൾ എവിടെ നിന്നെല്ലാം എടുത്തിരിക്കുന്നതാണ് എന്നതാണ് ഈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത്. ഖുർആൻ അള്ളാൻ്റെ വെളിപ്പാടാണെന്നാണ് മുഹമ്മദ് തള്ളിയത്. ഇന്നത്തെ മുസ്ലിങ്ങളും തള്ളുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മളൊരു പരിശോധന നടത്തിക്കഴിഞ്ഞാൽ കാണുന്നത് ഖുർആനിൽ വെളിപ്പാടായി അവതരിപ്പിച്ചിരിക്കുന്ന ആയത്തുകളുണ്ടല്ലോ, അതിൽ പലതും ഖുർആൻ എഴുതപ്പെടുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പല പുസ്തകങ്ങളിലുമുള്ള കാര്യങ്ങളാണ്. വില്യം സെന്റ് ക്ലെയർ ടിസ്ഡേൽ എന്ന് പറയുന്ന പണ്ഡിതൻ, ക്രൈസ്തവ പണ്ഡിതൻ, അത് പണ്ടേ തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസിക്കൽ കൃതിയുണ്ട്. നിങ്ങൾ പങ്കുവച്ച വീഡിയോയിൽ അനിക്കുമാർ അയ്യപ്പൻ ഉന്നയിക്കുന്ന വാദങ്ങൾ പ്രധാനമായും വില്യം ടിസ്ഡാലിന്റെ പുസ്തകത്തെ ആസ്പദമാക്കിയുള്ളതാണ്. ഇതിന്റെ ചരിത്രപരമായ വസ്തുതകൾ നമുക്ക് താഴെ പറയുന്ന രീതിയിൽ പരിശോധിക്കാം. 1. സ്രോതസ്സുകളെക്കുറിച്ചുള്ള വാദം, സോഴ്സ് അട്രിബ്യൂഷൻ. ടിസ്ഡാലിന്റെ പുസ്തകത്തിൽ ഖുർആനിലെ ഓരോ ഭാഗവും എവിടെ നിന്ന് വന്നുവെന്ന് അദ്ദേഹം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇത് പലപ്പോഴും ഉപരിപ്ലവമായ സാമ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഭാഷാപരമായ സാമ്യം, സെമിറ്റിക് ഭാഷകളിലെ പ്രയോഗങ്ങളെയും ആശയങ്ങളെയും കോപ്പിയടി എന്ന് വിളിക്കുന്നത് ശാസ്ത്രീയമല്ല. ഒരേ ഭൂപ്രദേശത്തുനിന്ന് വരുന്ന മതങ്ങളിൽ ഒരേ ശൈലികളും പദങ്ങളും കാണുന്നത് സ്വാഭാവികമാണ്. മുൻകാല ചരിത്രങ്ങൾ. ഖുർആൻ തന്നെ പറയുന്നത് ഇത് മുൻപ് വന്ന പ്രവാചകന്മാരുടെ കഥകളെ ശരിവയ്ക്കാനും അവയിലെ മാറ്റങ്ങൾ തിരുത്താനുമായി വന്നതാണെന്നാണ്. അതുകൊണ്ടുതന്നെ പഴയ കഥകൾ ഖുർആനിൽ വരുന്നത് ഒരു കോപ്പിയടിയല്ല, മറിച്ച് മതപരമായ തുടർച്ചയായാണ് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്. 2. ടിസ്ഡാലിന്റെ കൃത്യത, ആക്യുറസി. ടിസ്ഡാലിന്റെ പല വാദങ്ങളും ഇന്ന് ചരിത്രപരമായി നിലനിൽക്കുന്നതല്ല. അറേബ്യൻ കവിതകൾ. പ്രവാചകന് മുൻപുള്ള കവിതകളിൽ നിന്ന് ഖുർആൻ പകർത്തി എന്ന വാദം പല ആധുനിക പണ്ഡിതരും തള്ളിക്കളഞ്ഞതാണ്. ടിസ്ഡാൽ ഉദ്ധരിച്ച വരികൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിനു ശേഷം നിർമ്മിക്കപ്പെട്ടവയാണെന്ന് പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ടു. ലഭ്യത. ടിസ്ഡാൽ പറയുന്ന പേർഷ്യൻ അല്ലെങ്കിൽ ഗ്രീക്ക് പുസ്തകങ്ങൾ അക്കാലത്തെ അറേബ്യയിൽ എവിടെ ലഭ്യമായിരുന്നു എന്നതിനോ അവ ആരെങ്കിലും പ്രവാചകന് വായിച്ചുകൊടുത്തു എന്നതിനോ ചരിത്രപരമായ യാതൊരു രേഖയുമില്ല. 3. മറുപടികൾ. ടിസ്ഡാലിന്റെ ഇത്തരം ആരോപണങ്ങൾക്ക് അന്നത്തെ കാലത്ത് തന്നെ മുസ്ലിം പണ്ഡിതർ കൃത്യമായ മറുപടികൾ നൽകിയിട്ടുണ്ട്. മൗലാന റഹ്മത്തുള്ള കൈരാൻവി തന്റെ ഗ്രന്ഥങ്ങളിൽ ഇത്തരം മിഷണറി ആരോപണങ്ങളെ അദ്ദേഹം വസ്തുതാപരമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. ഭാഷാപരമായ അതുല്യത. ഖുർആൻ വെറുമൊരു കോപ്പിയടിയാണെങ്കിൽ എന്തുകൊണ്ട് അക്കാലത്തെ പ്രഗത്ഭരായ അറബിഭാഷാ പണ്ഡിതന്മാർക്ക് അതിന്റെ ഒരു ചെറിയ ഭാഗം പോലും അനുകരിക്കാൻ സാധിച്ചില്ല എന്ന ചോദ്യം ഇന്നും പ്രസക്തമാണ്. ചുരുക്കത്തിൽ, ഇത്തരം വീഡിയോകളിൽ ഉന്നയിക്കപ്പെടുന്ന വാദങ്ങൾ പലപ്പോഴും ഒരു പ്രത്യേക മതപ്രചാരണ ലക്ഷ്യത്തോടെ തയ്യാറാക്കിയതാണ്. അവയിൽ ചരിത്രപരമായ ആഴത്തേക്കാൾ ഉപരിയായി നിലവിലുള്ള സാമ്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്.